നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. RMP നേതാവും നിയമസഭയിൽ വടകരയുടെ പ്രതിനിധിയുമായ ശ്രീമതി KK രമയാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. മറുപടിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മറുപടിയിലേക്ക് സ്വാഗതം. TPയുടെ കൊലയാളികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള നീക്കം നേരത്തെ ഉണ്ടായിരുന്നു. അന്ന് മാധ്യമങ്ങളാണ് ഇടപെട്ടത്. ഇപ്പോഴും ആ നീക്കം തുടരുകയാണ്. മാധ്യമങ്ങൾ വീണ്ടും ഇടപെട്ടു. സർക്കാർ ഇപ്പോൾ കൈമലർത്തുകയാണ്. സർക്കാർ അറിഞ്ഞിട്ടല്ല ഇങ്ങനെ ഒരു നീക്കം. 3 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിച്ചോ? ഒരിക്കലുമില്ല. ഈ നേരത്തെ നീക്കം നടന്നു എന്ന് പറഞ്ഞല്ലോ. 2023-ൽ 2020-ൽ ഒരു നീക്കം നടന്നു. അന്ന് കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആലോചിച്ചത്. ആ സമയത്തും മീഡിയ പുറത്തു കൊണ്ടുവന്നു. ആ സമയത്തും എൻ്റെ വീട്ടിൽ വന്ന് മൊഴിയെടുത്തിരുന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെയും മകൻ്റെയും ഒക്കെ മൊഴിയെടുത്തിരുന്നു ആ സമയത്തും. പക്ഷെ പിന്നീട് അത് ഇതേപോലെ വാർത്തയായി വിവാദമായി. ബഹുമാനപ്പെട്ട ഗവർണറെ ഞങ്ങൾ അന്ന് പോയി കണ്ടു. ഗവർണറെ അടുത്ത് വന്ന് ഗവർണർ അത് ഒപ്പിട്ടിട്ടില്ല. അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വന്നിട്ടില്ലായിരുന്നു. അതിനു മുന്നേയാണ് ആ നീക്കം നടന്നത്. പിന്നീട് അതങ്ങ് നിന്നു. ഇപ്പം വീണ്ടും അത് പൊടി തട്ടിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനകത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വളരെ കൃത്യമായ വിധിയുണ്ടായിട്ടും അതിനെ മറികടന്നുകൊണ്ടുള്ളൊരു നീക്കമാണ് ഇപ്പം അവർ നടത്തിയത്. ആ പ്രാഥമികമായിട്ടുള്ള അവർ പറയുന്ന സർക്കാർ ഇതിനകത്ത് പങ്കില്ല. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് വന്ന പിഴവാണ്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് അങ്ങനെ ഒരു പിഴവ് വരിക? ഉദ്യോഗസ്ഥന്മാർ ജയിൽ അധികാരികൾ പറയുന്ന ലിസ്റ്റ്, അതിൽ പ്രത്യേകം പറയണ്ടേ, 2023-ലെ ഒരു ലിസ്റ്റ് അവർ കൊടുത്തു. ആ ലിസ്റ്റിൽ അനർഹരുണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇവർ കൊടുത്തയച്ച ലിസ്റ്റ് മടക്കി അനർഹരുണ്ടായത് ഒഴിവാക്കിയിട്ട് കൊടുക്കണമെന്നാവശ്യപ്പെട്ടു. കൊടുത്തത് അത് തിരിച്ചയച്ചതാണ്. അപ്പോൾ ഇവർ കൊടുത്ത ലിസ്റ്റ് ജയിൽ വകുപ്പ് നോക്കി പരിശോധിച്ചതിന് ശേഷമാണ് വീണ്ടും കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന് അത് കൊടുക്കുന്നതും ആ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അത് അയക്കുന്നതും. ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഈ പ്രതികളെ ലിസ്റ്റ് അതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കുമോ? സർക്കാർ നീങ്ങിയിട്ടില്ല. അത് വിട്ടയക്കാൻ ഒരു കാര്യവും നടത്തില്ല എന്ന് ഉറപ്പ് തന്നില്ല. അത് നമുക്കറിയാം. ഇനി സർക്കാർ പറയണ്ട. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുള്ളത് കൊണ്ട് അതിനെ മറികടക്കാൻ ഒരു കാരണവശാലും കേരളത്തിന് സർക്കാരിന് സാധിക്കില്ല. അല്ലെങ്കിൽ സുപ്രീം കോടതി വിചാരിക്കണം. അങ്ങനെ മറികടക്കാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടും പ്രാഥമികമായ ലിസ്റ്റിൽ എന്തിനാണ് പേരുൾപ്പെടുത്തിയത്? അതാണ് നമ്മുടെ ചോദ്യം. എന്തിനുൾപ്പെടുത്തി? എന്താണ് അതിന്റെ മോട്ടീവ്? കൊലയാളികൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കണം അല്ലേ? നിങ്ങളെ മോചിപ്പിക്കാൻ ഞങ്ങൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുക. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? ആ സന്ദേശം മാത്രമേ ഉള്ളൂ. പ്രതികളെ സുഖിപ്പിക്കണം, അവരെ ഒന്ന് സന്തോഷിപ്പിക്കണം. ഞങ്ങൾ സർക്കാർ എപ്പോഴും നിങ്ങളോടൊപ്പം, പാർട്ടി നിങ്ങളോടൊപ്പമാണ് ഉള്ളത്. നിങ്ങളെ മോചിപ്പിക്കാനോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫേവറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള നീക്കം ഞങ്ങളുടെ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് അനുവദിക്കുന്നില്ല. എളുപ്പമാണല്ലോ കാര്യം. അതിനുവേണ്ടി മാത്രം പ്രാഥമികമായ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അന്വേഷണത്തിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരിലേക്ക് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലേക്ക് റിപ്പോർട്ട് അയച്ചു. ഈ 4 പ്രതികളുള്ള പോലീസ് 4 സ്റ്റേഷനുകളിലാണ്. ആ 4 സ്റ്റേഷനുകളെയും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിന്റെ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇതൊന്നും ആരും അറിയാതെ നടക്കുന്നല്ലോ. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പ്രാഥമികമായ നീക്കങ്ങൾ. കാരണം ഈ നീക്കം നടത്തി അവിടെ എത്തിയിട്ട് ഇതിന് ഒഴിവാക്കുമായിരിക്കാം. കാരണം പറ്റില്ലല്ലോ. ഹൈക്കോടതിയുടെ വിധിയുണ്ടെങ്കിൽ ഇനി അതൊന്നും നമുക്കറിയില്ല. ഗവർണറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഗവർണർ ഇത് ലിസ്റ്റ് കംപ്ലീറ്റ് പരിശോധിച്ചിട്ടില്ലെങ്കിൽ ഒപ്പിടാലോ. ഈ വിവാദമായിട്ടില്ലെങ്കിൽ, അറിയില്ലെങ്കിൽ. പിന്നീട് പുറത്തു വന്നതിന് ശേഷമല്ലേ കോടതിയിലേക്ക് സ്റ്റേക്കും മറ്റുമൊക്കെ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. പക്ഷെ ഒരു നീക്കം അവിടെ നടത്താമല്ലോ. അത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിച്ചത്. അല്ല, ഈ റെമിഷൻ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യുമ്പോഴും അല്ലേ, കഴിഞ്ഞ ദിവസം ട്രൗസർ മനോജിന്റെ റെമിഷൻ കേസിൽ മൊഴി രേഖപ്പെടുത്തിയെന്ന് തോന്നുന്നു അല്ലേ? അതെ, അതാണ് അതിന്റെ ഒരു ഏറ്റവും രസകരമായ ഒരു സംഭവം. 22-ാം തീയതിയാണ് മീഡിയാസ് നിങ്ങളൊക്കെ ഇത് പുറത്തുവിടുന്നത്. 22-ാം തീയതി 21-ന് വൈകുന്നേരം എൻ്റെ അടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് ചുക്ലി പോലീസ് സ്റ്റേഷനിലെടുത്ത് വിളിച്ചു, ഫോണിൽ വിളിച്ച് ഈ ഒരു കാര്യങ്ങൾ. പക്ഷെ അപ്പോഴും ഞാനത് ഗൗരവത്തിൽ എടുത്തിരുന്നില്ല. ഇത് നീക്കമുണ്ട്, അതിൻ്റെ ഒരു അന്വേഷണമാണ് എന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്ക് രേഖകളൊന്നും കയ്യിലില്ല. പക്ഷേ പിറ്റേ ദിവസം മാധ്യമങ്ങൾ അത് പുറത്തുവിട്ടപ്പോഴാണ് ആ രേഖകൾ നമുക്ക് കിട്ടുന്നതും അത് പരിശോധിച്ചപ്പോഴാണ് വളരെ കൃത്യമായിട്ട് ഈ 3 പേരുള്ളത്. നമ്മൾ ആദ്യഘട്ടത്തിൽ 3 പേരെയാണ്, കൊലയാളി സംഘത്തിലെ 3 പേരെ കാണുന്നുള്ളൂ. അപ്പോൾ അത് അന്ന് 22-ാം തീയതി ഉച്ചയ്ക്ക് ജയിൽ മേധാവി
പ്രസ് റിലീസ് ഇറക്കുകയാണ്. ഇത് ഉദ്യോഗസ്ഥന്മാർക്ക് സംഭവിച്ചതാണ്, അങ്ങനെ ഒരു നീക്കവും സർക്കാർ നടത്തുന്നില്ല എന്ന് പറഞ്ഞു. ആ 22-ന് വൈകുന്നേരവും എൻ്റെ അടുത്ത് പാനൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് നേരിട്ട് MLA-യുടെ ഓഫീസിൽ നേരിട്ട് വന്ന് മൊഴി രേഖപ്പെടുത്തുന്നു. അപ്പൊ രാവിലെ ഇത് വിവാദമായി, ഉച്ചയ്ക്ക് പ്രസ് റിലീസ് വന്നു. അപ്പോഴും ഇത് നിർത്തിവെക്കാൻ, ഇത് സർക്കാർ അറിയാതെ ഉദ്യോഗസ്ഥന്മാർക്ക് വന്ന പിഴവാണെങ്കിൽ അന്വേഷണം, സസ്പെൻഷൻ പിന്നീടിലൊക്കെ, അത് വിശദീകരണം നോക്കണം, മറ്റ് പ്രൊസീജിയർ നോക്കിയിട്ട് ആ ഉദ്യോഗസ്ഥന്മാർക്ക് നടപടിയെടുക്കുകയെന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സഭയിൽ പറഞ്ഞത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ അടുത്ത ഘട്ടം. പ്രാഥമികമായിട്ട് എന്ത് ചെയ്യണം? ഇത് ഇവരറിയാതെ വന്ന ലിസ്റ്റ് ആണെങ്കിൽ ആ സ്പോട്ടിൽ ആവശ്യപ്പെടാം, നിങ്ങൾ ഈ ഇതുമായിട്ട് മുന്നോട്ട് പോകരുത്, നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടണം. നിർത്തിവിടാൻ ആവശ്യപ്പെട്ടില്ല, അന്ന് ആവശ്യപ്പെട്ടില്ല. അന്ന് വൈകുന്നേരം നേരിട്ട് വന്ന് മൊഴിയെടുക്കുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 25-ാം തീയതി വൈകുന്നേരം, 25-ാം തീയതി നമ്മൾ ഈ സഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത്. 26-ാം തീയതി വൈകുന്നേരം 7:37 കൃത്യമായിട്ട് ഞാനത്, നമുക്കത് പിന്നീടൊരു തെളിവാണല്ലോ, കൊളവല്ലൂർ സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ വിളിക്കുന്നത്. സത്യത്തിൽ ഞാൻ മനോജ് എന്ന് പറയുന്ന പ്രതിയെ സംബന്ധിച്ച് വിട്ടയക്കാനുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങയുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഞാൻ ശരിക്കും ഞെട്ടി. നമ്മൾ അത് കണ്ടിട്ടില്ല, ആ ലിസ്റ്റ് മുഴുവൻ പരിശോധിച്ചിട്ടും ഈ പ്രതിയുടെ പേര് നമ്മളെ കണ്ണിൽ പെട്ടില്ല. കാരണം അതിനകത്തുള്ളത് മനോജ് എന്നാണ്. മനോജ് എന്ന് പറഞ്ഞിട്ട്, മനോജൻ 55, വീട്ടുപേരും സ്ഥലപ്പേരും പോലീസ് സ്റ്റേഷനുമാണുള്ളത്. കുറെ 56 പേരുടെ ലിസ്റ്റ് ഉണ്ടല്ലോ. സ്വാഭാവികം ഒരു ഒറ്റ പ്രാവശ്യം കണ്ണോടിച്ചിട്ടുണ്ട്, നമ്മൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ മനോജൻ എന്നുള്ളതായതുകൊണ്ട് അതിനെ ആ തരത്തിൽ നമ്മളത് ശ്രദ്ധിച്ചില്ല. അല്ല, ഇതിലുള്ളവരെല്ലാം CPM കാരാണ്. ഇത് നാട്ടിലുള്ളവരുണ്ട്, കുളശ്ശേരി ഗാംഭാഗം. ഉണ്ട്. അതെ, CPM കാരാണ്. അല്ല, ഇത് ഈ ട്രൗസർ മനോജ് എന്ന് പറയുന്നത് അന്ന് കടുങ്ങാമ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. CPM ആ ഗൂഢാലോചന കേസിലെ പ്രധാനിയാണ്. ട്രൗസർ മനോജനാണ് KC രാമചന്ദ്രനെയും ജ്യോതിബാബുവിനെയും കുഞ്ഞനന്തന്റെ വീട്ടിലെത്തിക്കുന്നതും കാര്യങ്ങൾ സംസാരിക്കുന്നതും ആലോചന നടക്കുന്നതുമൊക്കെ. ഇതൊക്കെ കോടതിയിൽ വളരെ കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ട സംഭവങ്ങളാണ്. അപ്പൊ അതിലുൾപ്പെട്ട ഒരാളും കൂടി ഇതിനകത്ത് വന്നു. ഒരു CPM കാരനും വന്നു, 3 കൊലയാളികളും വന്നു. അപ്പൊ ആലോചിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഞാനത് ഇപ്പോഴും പറഞ്ഞു, പ്രാഥമികമായ ലിസ്റ്റിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പിഴവ് കൊണ്ട് വന്നു എന്ന് വെക്കാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വിവാദമായി നിയമസഭയിൽ ഉൾപ്പെടെ പ്രശ്നമായപ്പോൾ പോലീസ് മേധാവിക്ക് ഇത് മരവിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടാലോ, ഇത് തുടർ നടപടികളുമായിട്ട് പോവരുത് എന്ന് ആവശ്യപ്പെടാലോ. എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല? എന്തുകൊണ്ടാണ് ആ ദിവസം അന്ന് വൈകുന്നേരവും പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് മൊഴിയെടുക്കുന്നത്? ഞാനപ്പോൾ അദ്ദേഹത്തിനോട് വ്യക്തമായി ചോദിച്ചു, അല്ല ഇത് വിവാദമായി, ഇത് ഇല്ല എന്നാണല്ലോ പറയുന്നത്, പിന്നെ നിങ്ങളോട് ഇത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അത്തരത്തിലുള്ള നിർദ്ദേശവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പൊ ആരെടുത്താണ് തെറ്റ്? കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ മുമ്പെങ്ങോ ഇല്ലാത്ത വിധം സ്പീക്കർ തന്നെ മറുപടി പറയാണ്, അല്ലേ? ഈ സ്പീക്കറാണ് മുഹമ്മദ് ഷാഫിയുടെ കല്യാണത്തിന് വീട്ടിൽ പോയി പങ്കെടുത്തത്, അല്ലെ? സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് അത്. മാത്രമല്ല, ഉപക്ഷേപം അവതരിപ്പിച്ചപ്പോൾ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. പക്ഷെ മുഖ്യമന്ത്രിക്ക് പകരം മറുപടി പറഞ്ഞത് മന്ത്രി MB രാജേഷാണ്. അപ്പോൾ പിണറായി വാ തുറക്കുന്നില്ല. അതും ദുരൂഹമല്ലേ, സംശയാസ്പദമല്ലേ? ഇവരെ ഇപ്പോഴും ഭയക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അത് തീർച്ചയായിട്ടും. കാരണം ഈ വിഷയം നേരത്തെ ഒരു റമേഷിന് വേണ്ടിയിട്ടുള്ള നീക്കം നടന്ന സമയത്ത് അന്നും നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയമായിട്ട് 2021 ഞങ്ങൾ കഴിഞ്ഞ സഭയിൽ അന്ന് സണ്ണി ജോസഫ് MLA ആണ് അന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. അന്ന് പിന്നെ അവതരണാനുമതി അനുവദിച്ചു, അവതരിപ്പിച്ചു. അതിന് മുഖ്യമന്ത്രി അന്ന് മറുപടി പറഞ്ഞു. എല്ലാം വളരെ കൃത്യമായിട്ട് അന്ന് സ്വാഭാവികമായ നടപടിക്രമങ്ങളായിട്ട് അന്ന് പോയിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നപ്പോൾ അനുവദിക്കുന്നതിന് അവർക്കൊരു തടസ്സവുമില്ല. അത് ചർച്ച ചെയ്യുന്നതിനാണ് അവർ ഭയക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയി എന്നാണ് അറിയാൻ സാധിച്ചത്. അറിയില്ല, എന്തായാലും ആദ്യത്തെ ദിവസം അടിയന്തര പ്രമേയം കൊണ്ടുവന്ന സമയത്ത് സഭയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മറുപടി പറയാം. ഇനി ഒരു വാക്ക് എണീറ്റ് നിന്ന് ഇതിവിടെ ഈ സമയത്ത് അവതരിപ്പിക്കേണ്ടതല്ല, ഗവൺമെന്റിന്റെ പരിഗണനയില്ല എന്ന് സ്പീക്കർ പറഞ്ഞ കാര്യം പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. പക്ഷെ മുഖ്യമന്ത്രി എഴുന്നേറ്റില്ല, മാത്രം ഒരക്ഷരം പറയാനൊന്നും തയ്യാറായില്ല. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട സ്പീക്കർ അന്ന് ചെയ്തത് എല്ലാ സഭയിലും അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോൾ അത് നിഷേധിക്കുമ്പോൾ അല്ലെങ്കിൽ നോട്ടീസ് പോലും റിജക്ട് ചെയ്യുന്ന സമയത്ത് ആരാണ് ഏത് അംഗമാണ് കൊണ്ടുവന്നത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറയാറുണ്ട്. ഇന്നും അടിയന്തര പ്രമേയം അനുവദിച്ചില്ല. പക്ഷെ ഏത് അംഗമാണ് അതിന് നോട്ടീസ് കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് നിഷേധിക്കുക. അന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ എന്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ല.
ഞാനാണ് കൊണ്ടുവന്നതെന്ന് പോലും പറഞ്ഞില്ല. അപ്പം കൃത്യമായ പൊളിറ്റിക്സ് ഇതിനകത്ത് അവരെടുക്കുകയാണ്. ആ ഭയം അവരുടെ എല്ലാ ശരീരഭാഷയിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനത് കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളെ അവർ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള ഒരു ഭയം അവരെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളത്, അതൊന്നും റെക്കോർഡാവരുത് എന്ന് അവർ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടുകൂടിയാണ് ഇതിനൊന്നും മുഖം തരാതെ മുഖ്യമന്ത്രി മാറി നിൽക്കുന്നത്, സ്പീക്കർ ഒളിച്ചോട്ടം നടത്തുന്നത്.